നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം സൂര്യൻ്റെ മീനമാസത്തിലേക്കുള്ള ചാരവശാലുള്ള പ്രവേശനവും ശുഭാശുഭ ഫലങ്ങളുമാണ്. ഒരു മാസക്കാലമാണ് സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുക. 12 രാശികളിലും സൂര്യൻ ഓരോ രാശികളിലും മാറി മാറി സഞ്ചരിച്ച് ഇപ്പോൾ സൂര്യൻ മീനൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സൂര്യൻ മീനൻ രാശിയിലേക്ക് പ്രവേശിച്ചത് 1201 മീനമാസം 1-ാം തീയതി, അതായത് 2026 ഏപ്രിൽ മാസം 15-ാം തീയതി കാലത്ത് 1 മണിക്കാണ്. ആ സമയത്തായിരുന്നു മീനരവി സംക്രമം നടന്നത്. കഴിഞ്ഞ 2 മാസക്കാലമായി സൂര്യൻ ശത്രുക്ഷേത്രത്തിലായിരുന്നു, മകരത്തിലും കുംഭത്തിലും. യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ബലം, സൂര്യൻ്റെ പ്രഭാവം ആരംഭിക്കുന്നത് മീനൻ രാശിയിൽ, സ്വന്തം സുക്ഷേത്രമായ മീനൻ രാശിയിൽ പ്രവേശിക്കുന്ന സമയം മുതലാണ്. ഏതായാലും ഈ മീനമാസക്കാലം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കണം. മീനൻ രാശിയിൽ നിൽക്കുന്ന സൂര്യന് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ആശ്രയഫലം ഇപ്രകാരമാണ്: തോയോത്ഥ പണ്യ വിഭവ വനിതാധൃത അന്ത്യേ. ഇദ്ദേഹം വനിതകളാൽ ആദരിക്കപ്പെടും. 1. തോയോത്ഥ പണ്യ വിഭവ, ജലവുമായി ബന്ധപ്പെടുന്ന ക്രയവിക്രയങ്ങളിലൂടെ ഇദ്ദേഹത്തിന് ധാരാളം സമ്പത്ത് ലഭിക്കും. അതിനാൽ ഈ മീനമാസം എന്ത് വന്നാലും ഗൾഫിൽ ഇന്ന് നേരിടുന്ന, മിഡിൽ ഈസ്റ്റിൽ നേരിടുന്ന ഇറാൻ അമേരിക്ക യുദ്ധത്തിലൊക്കെ തന്നെ ഒരു തീരുമാനം, വെള്ളത്തിലൂടെയുള്ള ചരക്ക് ഗതാഗതം അല്ലെങ്കിൽ ഓയിൽ റിഫൈനറിയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകാൻ പര്യാപ്തമാകും ഈ മീനമാസത്തിലെ സൂര്യനെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൂര്യൻ മീനമാസത്തിൽ അങ്ങേയറ്റം അത്യുച്ചത്തിൽ രാശിയിലേക്ക്, ഉച്ചരാശിയിലേക്ക്, മേടത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. അതിനാൽ മീനത്തിൽ സൂര്യന് വളരെയധികം പ്രാധാന്യമുണ്ട്. സൂര്യൻ ചുട്ടുപൊള്ളുന്നൊരു ഗ്രഹമാണ്. അതിനാൽ തൻ്റെ പരിസരത്തിന് മുഴുവനും എന്തു ചെയ്യും? തൻ്റെ രശ്മികളാൽ സൂര്യൻ അങ്ങേയറ്റം എന്തു ചെയ്യും? പീഡിപ്പിക്കും. സൂര്യാതാപം ഏൽക്കേണ്ട സമയമാണ്. വലിയ ബുദ്ധിമുട്ടാണ്. നടന്നു പോകുമ്പോൾ പോലും സൂര്യരശ്മികൾ അതിൻ്റെ വല്ലാത്തൊരു അനുഭവത്തിലേക്ക്, ചൂടിലേക്ക് പ്രവേശിക്കുന്ന സമയമാണെന്ന് കൂടി എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം. ഇവിടെ നാം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മകയിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു മിഥുനം രാശി. ഇവിടെ മിഥുനം രാശിക്കാർക്ക് സൂര്യൻ എവിടെ നിൽക്കുന്നു? 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. 10-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് വളരെ ഗുണമാണ്. 10-ാം ഭാവത്തിൽ സൂര്യൻ ഏത് ഭാവത്തിൻ്റെ അധിപനാണ്? 3-ാം ഭാവാധിപനാണ്. സഹോദരങ്ങളാണ്, സഹായികളാണ്. അതിനാൽ ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്കൊക്കെ തൻ്റെ വിക്രമമാണ്, പരാക്രമമാണ് 3-ാം ഭാവം. അതിനാൽ 10-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ നല്ല നന്മകളെ പ്രദാനം ചെയ്യും. അവിടെ സൂര്യൻ ദിഗ്ബലവാനാണ്. ദണ്ഡനാഥോ കുജാർക്കോ, സൂര്യനും ചൊവ്വയും 10-ാം ഭാവത്തിൽ വന്നാൽ ദണ്ഡനാഥോ, കയ്യിൽ വടിയുണ്ടാകും. തനിക്ക് അധികാരം, പവർ, അത് പ്രകടിപ്പിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണെന്ന് അറിയുക. സധനഹ എന്നാണ് 10-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ധനത്തോടു കൂടിയ വ്യക്തിയായിരിക്കും ഇത്. ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: പ്രയാതോംശുമാനസ്യ മേഷുരണയസ്യ ശ്രമസിദ്ധിതോ രാജതുല്യോ നരസ്യ. 10-ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ, അംശുമാൻ സൂര്യൻ, കിരണങ്ങളുള്ളവൻ സൂര്യൻ വരുമ്പോൾ, ശ്രമസിദ്ധിത രാജതുല്യോ നരസ്യ, തൻ്റെ പരിശ്രമങ്ങൾക്കൊക്കെ സിദ്ധി ഉണ്ടാകും. രാജതുല്യനായി ഇദ്ദേഹം വാഴുമെന്ന നല്ലൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ജനന്യഹ യാതനം ആദനോതി, അമ്മക്ക് നല്ല സമയമല്ല. കാരണം സൂര്യൻ 10-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ 4-ാം ഭാവത്തിലേക്ക് മാതൃസ്ഥാനത്തേക്കാണ് നോക്കുന്നത്. ക്രമസംഭവേത് വല്ലഭേർ വിപ്രയോഗ. പലപ്പോഴും യാത്രാക്ഷീണങ്ങളും പല കാര്യങ്ങളും ഏർപ്പെടുത്തി ക്ഷീണങ്ങൾ സംഭവിക്കും. വല്ലഭേവി, തൻ്റെ പ്രിയപ്പെട്ട ആളുകളുമായി വിപ്രയോഗമുണ്ടാകും. ഏതായാലും നല്ല സഹായികളെ തന്നെ ജോലി സ്ഥലത്ത് ലഭിക്കുക, സഹോദരങ്ങൾക്ക് സഹായം ചെയ്യുക, അവരുടെ ജോലി വിഷയത്തിൽ അവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുന്നവരൊക്കെ വളരെയധികം കഷ്ടപ്പെടുക. ഇങ്ങനെയുള്ള നല്ല എല്ലാ വിഷയങ്ങളും മിഥുന രാശിക്കാർക്ക് ഈ ഒരു മാസക്കാലം, ഏപ്രിൽ മാസം 15-ാം തീയതി വരെ സൂര്യൻ സഹായിക്കുമെന്ന ഉത്തമ വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇവിടെ സൂര്യൻ ധർമ്മദൈവ സങ്കേതങ്ങളിൽ എല്ലാ വഴിപാടുകളും ചെയ്യുവാൻ നിങ്ങൾക്ക് പ്രചോദനമാകും. കാരണം 4-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. 4-ാം ഭാവം ധർമ്മദൈവമാണ്. 10-ലെ സൂര്യൻ വളരെയധികം നല്ല കർമ്മങ്ങൾ ചെയ്യട്ടെ. ദേവാലയവുമായി ബന്ധപ്പെടുന്ന, ട്രസ്റ്റുമായി ബന്ധപ്പെടുന്ന, തൻ്റെ നഗരങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ തന്നെ തനിക്ക് വ്യാപൃതനാകാം.
ജോലിയിൽ വലിയ അംഗീകാരം ലഭിക്കുന്ന സമയമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.